ഹായ് നമസ്കാരം. വാസ്തുഗ്രഹത്തിൻ്റെ മറ്റു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ വീട് ഡിസൈൻ ചെയ്യുമ്പോൾ കാലഘട്ടത്തിനനുസരിച്ചിട്ട് റിക്വയർമെൻറ്റിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരാറുണ്ട്. അപ്പം ഈ അടുത്ത കാലത്തായിട്ട് ഡിസൈൻ ചെയ്യുന്ന വീടുകളിലെല്ലാം ഒരു പ്രത്യേക രീതിയിലുള്ള പുതിയ പുതിയ റൂമുകൾക്കുള്ളൊരു ഡിമാൻഡ് വരുന്നുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ സ്ഥിരമായി കാണുന്ന ഒരു പ്രവണതയാണ് യോഗ ആൻഡ് മെഡിറ്റേഷൻ റൂം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അപ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട്, ഈ യോഗ ആൻഡ് മെഡിറ്റേഷൻ റൂം എവിടെയാണ് കൊടുക്കേണ്ടതെന്ന് ചോദിക്കാറുണ്ട്. നമ്മളതിന് കൃത്യമായിട്ടുള്ള ഒരു വ്യാഖ്യാനമാണ് ഞാൻ ഇന്ന് തരാൻ ആഗ്രഹിക്കുന്നത്. യോഗ ആൻഡ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്, ഈ നമ്മളൊരു മെഡിറ്റേഷൻ എന്നൊരു ആംഗിൾ ആദ്യം എടുക്കുകയാണെങ്കിൽ ധ്യാനം, അതായത് നമുക്ക് കോൺസെൻട്രേഷനും അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു പ്രാർത്ഥനയൊക്കെ ചെയ്യാനായിട്ട് ഏറ്റവും നല്ല സോണെന്ന് പറയുന്നത് എപ്പോഴും നോർത്ത് ഈസ്റ്റ് തന്നെയാണ്. അപ്പം വടക്ക് കിഴക്കേ ഭാഗം തന്നെയാണ് ഇതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സംഭവം. പക്ഷേ യോഗ എന്നുള്ളൊരു ഫാക്ടർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, യോഗ എന്ന് പറയുന്നത് ലോട്ട് ഓഫ് ബ്രീത്തിങ് പ്രോസസ്സുകൾ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രാണായാമങ്ങളെല്ലാം ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വായുവിൻ്റെ സ്ഥാനത്തിലേക്ക് നമ്മൾ പോകുന്നത് നല്ലതായിരിക്കും. അത് നോർത്ത് വെസ്റ്റ് പാർട്ടിലേക്ക് നമ്മൾ പോകുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ട് സ്ഥാനങ്ങൾ നിങ്ങൾക്ക് കൊടുക്കാം, നോർത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റ്. ഈ രണ്ട് സ്ഥാനങ്ങളും അനുയോജ്യം തന്നെയാണ്. മെഡിറ്റേഷൻ ഓറിയൻറ്റഡ് ആണ് നിങ്ങൾ ധ്യാനം ഓറിയൻറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നോർത്ത് ഈസ്റ്റ് തന്നെയാണ് നല്ലത്. കൂടുതൽ നിങ്ങൾ യോഗയുടെ പ്രോസസ്സിലാണ് ഇൻവോൾവ് എങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ നോർത്ത് വെസ്റ്റ് സ്വീകരിക്കാവുന്നതാണ്. ഈ രണ്ട് സ്ഥാനങ്ങളും വളരെ നല്ലതാണ്. കാര്യം നമ്മളിതിൻ്റെ ഒരു എനർജി എന്ത് എനർജിയാണ് നമ്മളിതിനകത്ത് ഉദ്ദേശിക്കുന്നത്, എന്ത് എനർജിയാണ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മൾ ഇത്തരം കാര്യങ്ങൾ എപ്പോഴും കൊടുക്കാനുള്ളത്. അപ്പോൾ നോർത്ത് ഈസ്റ്റ് ഭാഗം യോഗ ആൻഡ് മെഡിറ്റേഷൻ റൂം ആക്കുന്നത് കൊണ്ട് യാതൊരുവിധ തെറ്റുമില്ല. അതുപോലെ തന്നെ നോർത്ത് വെസ്റ്റ് ഭാഗമാക്കുന്നത് കൊണ്ടും തെറ്റില്ല. പിന്നെ നോർത്ത് വെസ്റ്റ് കൊടുക്കുമ്പോൾ ഒരു പ്രയാസം എന്ന് പറയുന്നത്, നോർത്ത് വെസ്റ്റ് വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു സോണാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതിൽ, സസ്റ്റെയിൻ ചെയ്യുന്നതിലൊക്കെ കുറച്ച് തടസ്സങ്ങൾ വരാം. കാര്യം പെട്ടെന്ന് നിർത്തിയിട്ട് പോകാനുള്ളൊരു സാധ്യത നോർത്ത് വെസ്റ്റിലുണ്ട്. അപ്പം കുറച്ചുകൂടി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയും ടൈം സ്പെൻഡ് ചെയ്യുകയൊക്കെ വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നോർത്ത് ഈസ്റ്റ് തന്നെയാണ് ഏറ്റവും നല്ല പൊസിഷൻ എന്നുള്ളതും മനസ്സിലാക്കുക.